ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഷിവുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ അത്. അപ്പോൾ ഷിവുവിന് ഇത് ഇലയൊക്കെ വെച്ച് ചോറൊക്കെ ഇട്ട് കുറച്ച് സാമ്പാറും കുറച്ച് പെരി വെച്ചിട്ടുണ്ട്. ഒന്നും അവൾ കഴിക്കാൻ പോകണില്ല. ചോറും കുറച്ച് പപ്പടം തന്നെയാണ് ആൾ കഴിക്കുക. അപ്പോൾ കത്തിച്ചേട്ടനും ഹിറനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും ഫുഡ് കൊടുത്തു, ഞാനും കഴിച്ചു. അപ്പോൾ വൈകുന്നേരമാണ് പരിപാടി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഷിവുവിൻ്റെ മൈക്കൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോക്കോയും ഉണ്ട് കൂടെ കേട്ടോ. ആൾ നല്ല കളിയാണ്. ആളുടെ മുടിയൊക്കെ ട്രിം ചെയ്ത് കളഞ്ഞപ്പോൾ കുറേശ്ശേ മുടി വന്ന് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ കോക്കോയ്ക്ക്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു കേട്ടോ. സന്ധ്യാസമയമായിട്ടുണ്ട്. നമ്മളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ വലിയച്ഛൻ്റെ മോനാണ്. ആളാണ് എല്ലാം അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവൻ തന്നെയാണ് ചെയ്തത്. ഈ മാല ബൾബ് ഇട്ടതും നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്തതൊക്കെ അവൻ തന്നെയാണ് കേട്ടോ. അത് നമുക്ക് വലിയ ഐഡിയ ഇല്ലേ ഇതിന് ചെയ്യേണ്ട കാര്യത്തിനെ പറ്റിയിട്ട്. അപ്പോൾ അവൻ നല്ല രസമായിട്ട് സെറ്റ് ചെയ്ത് തന്നു. എല്ലാ സംഭവങ്ങളും നമ്മൾ റെൻറ്റിന് എടുത്തു. എന്നിട്ട് ഞങ്ങൾ അവനോട് പറഞ്ഞു, അവനൊക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവനോട് പറഞ്ഞു ഒക്കെ എടുക്കുന്നുണ്ട്, ഒക്കെ സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് തന്നെയാണ് പോയിട്ടൊക്കെ റെഡിയാക്കിയത് കേട്ടോ. കേക്ക് ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് കേക്ക് മുറിക്കണ ഒരു ചടങ്ങിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷിവു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എന്തായാലും കേക്കിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർ ഇൻസ്റ്റയിൽ തപ്പിയാൽ മതി, കിട്ടും. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. നല്ല അടിപൊളി കേക്ക്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ചോക്ലേറ്റ് ആയിരുന്നു ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ടൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനൊരു ഇത്രയും നന്നായിട്ട് നല്ല രീതിക്ക് ഞങ്ങളുടെ മനസ്സിൽ ഇത്രയും നന്നായി എന്നാണ് വിചാരിക്കുന്നത്. ഇത്രയും നന്നായിട്ട് ഷിവുവിൻ്റെ ബർത്ത്ഡേ നടത്തുമെന്ന് വിചാരിച്ചതല്ല. ഒന്നാമത്തെ കാര്യം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് 4th ബർത്ത്ഡേ ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം റിസോർട്ടൊക്കെ എടുത്തിട്ടാണ് നടത്തിയത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാനും കുട്ടും ഷിവും കൂടി എങ്ങടെയും ട്രിപ്പ് പോവാം. അവിടെ വെച്ചിട്ട് ഷിവുവിന് സർപ്രൈസ് കൊടുക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു. ഉറങ്ങുമ്പോൾ എണീക്കുമ്പോൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാം, അങ്ങനെയായിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു പ്ലാനിൽ തന്നെ പോയോണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം ചുരുക്കി നടത്താമെന്ന് വിചാരിച്ച്. പക്ഷേ ഷിവുവിന് എന്താഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ മേമ വേണം, അച്ചാച്ചനും അമ്മാമ്മയും പിന്നെ വാവ വേണം, അതുപോലെ വലിയച്ഛനും വല്യമ്മയും ഒക്കെ ആയിട്ടുള്ളൊരു ബർത്ത്ഡേ ആണ് എനിക്ക് വേണ്ടത്. ഹിരമാമനെ പറയും, കത്തിച്ചേട്ടനൊക്കെ പറയട്ടെ. അപ്പോൾ കത്തിച്ചേട്ടൻ എന്ന് പറയുന്നത് ജിഷ്ണു എന്ന് പറഞ്ഞിട്ട് ശരിക്കുള്ള പേര്. അപ്പോൾ കുട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അവരൊക്കെ വേണം എന്നാണ് ഇപ്പോഴും പറയുക. അതുപോലെ അൻവിക്കിനെ വിളിക്കണം എന്ന് പറയും. അവൻ്റെ ഫ്രണ്ടാണ് അൻവിക്ക്, അവനെ വിളിക്കണം എന്ന് പറയും. അപ്പോൾ അതൊക്കെയാണ് അവളുടെ താല്പര്യം. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ പറഞ്ഞ അവളെ സെറ്റാക്കിയതായിരുന്നു. നമുക്ക് ഈ പ്രാവശ്യം ട്രിപ്പ് പോകാം, ഷിവന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമുക്ക് എവിടേക്കാന്ന് വെച്ചാൽ അമ്മേച്ചനും കൂടെ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഓക്കെ എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഷിവുവിനൊരു പനി വന്നു. പനി വന്നപ്പോൾ ഷിവുവിന് പനി വന്നാൽ ഞങ്ങൾക്ക് പേടിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പനിച്ച് നല്ല വയ്യാതെ ഡോക്ടറെ പുലർച്ചെ തന്നെ രണ്ട് പ്രാവശ്യം കൊണ്ടുപോകേണ്ട സമയം വന്നു. അപ്പോൾ ഷിവുവിന് ആ ടൈമിൽ എൻ്റെ അടുത്ത് എത്രയും വയ്യാതിരിക്കുകയാണ്, തോളത്ത് കിടക്കുകയാണ് കുട്ടി, ഛർദി ഉണ്ടായിരുന്നു കേട്ടോ, എണീക്കാൻ വയ്യ. ആ ടൈമിലും എൻ്റെ അടുത്ത് ചോദിച്ചത്, അമ്മേ എൻ്റെ ബർത്ത്ഡേ നടത്തണില്ലേന്ന്. അപ്പോൾ എനിക്കാകെ എന്തോ വിഷമമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഞങ്ങൾ നടത്തിയിരിക്കും, എല്ലാവരും വിളിച്ച് നടത്തിയിരിക്കും. അവളുടെ ആഗ്രഹം എന്താണോ അതുപോലെ ഞങ്ങൾ നടത്തുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ തീരുമാനം എടുത്ത് നടത്തിയതാണ്. അടിപൊളിയാക്കി ഞങ്ങൾ ഒരു 30 പേരാണ് ഞങ്ങളുടെ ഒരു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞങ്ങൾ ഗംഭീരമാക്കി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഷിവുവിന്. നെസ്റ്റോയിൽ പോയിട്ട് അവൾ ഒരു പാവ കണ്ടിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഷിവുവിന് ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. അത് ഷിവുവിൻ്റെ പാപ്പനാണ് കേട്ടോ, കുട്ടുവിൻ്റെ വലിയച്ഛൻ്റെ മോനാണത്, പാപ്പനാണ്. പിന്നെ എൻ്റെ ചേച്ചിയും ചേട്ടനും പിന്നെ അങ്ങനെ ഷിവുവിൻ്റെ ഫ്രണ്ട് അൻവിക്കിൻ്റെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സാഗർ, വിജയ്, ഉണ്ണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞാപ്പി ഇതേ നല്ല ഉറക്കമാണ് കേട്ടോ. ഉണ്ണിക്ക് വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വിജയ് ഇന്ന് പോവും. അപ്പോൾ ഇവിടെ കുട്ടുവിൻ്റെ അമ്മയും പിന്നെ മഞ്ജുച്ചി ചേച്ചിയും ചേട്ടൻ പോവും, ചേച്ചിയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ചേച്ചീനെ പിറ്റേ ദിവസമാണ് കൊണ്ടാക്കുക. അപ്പോൾ ഞങ്ങൾ കണ്ടില്ലേ നല്ല അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ വെച്ച് നല്ല ഡാൻസൊക്കെ ആയിരുന്നു. എൻ്റെ മോള് ഹാപ്പിയായി, എല്ലാവരും കൂടെ കണ്ടപ്പോൾ ശിവ ഹാപ്പിയായി. അപ്പോൾ ഇങ്ങനെയൊക്കെ മാല ബൾബിട്ട് സെറ്റ് ചെയ്യാന്നുള്ളത്, മാല ബൾബ് ഇടണം എന്നുള്ളത് കുട്ടുവിൻ്റെ ഐഡിയ ആയിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞങ്ങൾ ആളെ വിളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, അതിന് വെറുതെ പൈസ ചിലവാക്കണ്ട, ഞാനൊക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് കൂടെ നിന്നത് എൻ്റെ വലിയച്ഛനും പറഞ്ഞിട്ട് ഹിരനാണ്. അത് ഭയങ്കര സന്തോഷമായി. ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്നൊരു പരിപാടി എന്ന് പറഞ്ഞില്ലേ. കാരണം ഇത് 2-3 ദിവസം മുമ്പാണ് ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്യണത്, ഇങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഷിവു വയ്യ എന്ന് പറഞ്ഞ സമയത്ത് തന്നെയാണ് ഇങ്ങനെ പ്ലാൻ ചെയ്തത്, ഇതെന്തായാലും നടത്താം എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഈ വയ്യായി കുറഞ്ഞില്ലെങ്കിലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പരിപാടി അടിപൊളിയായി. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.